ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനയിൽ അലിഫുണ്ട്, ഹാ ഉണ്ട്, അതുപോലെ ദാൽ. ഇഹ്ദിന, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണേ, നേരായ വഴിയിലാക്കണേ, ഞങ്ങൾക്ക് നീ മാർഗദർശനം നൽകണമേ എന്നാണ്. ഞങ്ങൾ സീൻ അത് ഉച്ചരിച്ചിട്ട് സിറാത്ത എന്ന് പറയും. അതുപോലെ റാ പറയേണ്ട എന്ത്, ഈ റാ പറഞ്ഞിട്ട് റാ എന്ന അക്ഷരത്തെ നമ്മൾ റഹ്മാൻ പറയുന്നിടത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഫൈസാനി തിലാവ മസായിലിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളൊക്കെ കബൂലാക്കട്ടെ, ഖുർആൻ്റെ അഹ്ലുകാരാക്കി തെരുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ് വരെ ചർച്ച ചെയ്ത് നിർത്തിയത് ഇഹ്ദിന സിറാത്ത എന്ന വാക്ക് വരെയാണ്. സൂറത്തുൽ ഫാത്തിഹയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഫാത്തിഹ സൂറത്ത് എന്തിനാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ അനിവാര്യതയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കൃത്യമാകാൻ വേണ്ടിയിട്ട്, അള്ളാഹു നമുക്ക് വലിയ കൂലിയും പ്രതിഫലവും നൽകാൻ, ഖുർആൻ്റെ അഹ്ലുകാരാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഖുർആൻ നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിലെ അൽ മുസ്തഖീം എന്ന പദം മാത്രമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എടുത്തിരുന്നു. പക്ഷെ നമുക്കൊന്ന് ഓതാം മൊത്തത്തിൽ. എൻ്റെ കൂടെ ഓതണം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സദഖല്ലാഹുൽ അലീം. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഈ ഇഹ്ദിന സിറാത്ത എന്ന വാചകം വരെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ അൽ മുസ്തഖീം എന്ന വാചകം, ഇഹ്ദിനയിലെ നമ്മൾ പറഞ്ഞിരുന്നു അലിഫ്, ഹാ, ദാല്, നൂന് ഒക്കെ കേൾക്കണം. സിറാത്ത എന്ന പദത്തിലെ സ്വാദ്, റാ, താ ഈ വാചകങ്ങളൊക്കെ, ഈ അക്ഷരങ്ങളൊക്കെ പുറത്ത് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇഹ്ദിന സിറാത്ത എന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞു. ഇനി അതിനെ കൂടെ പറയേണ്ടത് ചേർത്ത് പറയണം അൽ മുസ്തഖീം എന്ന വാചകം. അൽ മുസ്തഖീം എത്ര അക്ഷരങ്ങൾ? അൽ മുസ്തഖീം എന്ന വാചകത്തിൽ ആ വാക്കിൽ അലിഫുണ്ട്, ലാമുണ്ട്, മീമുണ്ട്, സീനുണ്ട്, താ ഉണ്ട്, ഖാഫ്, യാ, മീം. അൽ മുസ്തഖീം ഇത് ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നന്നാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് എന്ത് ചെയ്യും, പല കോലത്തിലും തെറ്റു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറ്. മുസ്തഖീമൊക്കെ ആയി പോകാറുണ്ട്. ചെയ്യാം ഖാഫ് തെറ്റാറുണ്ട്, താ തെറ്റാറുണ്ട്. ഈ സിറാത്ത, കഴിഞ്ഞ ക്ലാസ്സിലെ സിറാത്ത പറഞ്ഞെടുത്ത് തന്നെ ചില ആളുകൾ സിറാത്ത പറയും, ചിലത് സിറാത്ത പറയും, എന്ത് ചെയ്യും, അങ്ങനെ കുറേ തെറ്റുകൾ അവിടെ വരാറുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രൂപത്തിൽ തന്നെ ആ ഉച്ചാരണമൊക്കെ കൃത്യമാക്കിയിട്ട് എന്ത് ചെയ്യണം, അത് കറക്റ്റ് പറയണം. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഈ മുസ്തഖീം എന്ന വാചകത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യും, മുസ്തഖീം എന്ന് പറയേണ്ടടുത്ത് മുസ്താ പറയും, താ മുസ്തഖീം. കാരണം അതിന് ശേഷമുള്ളത് ഖാഫ് വലിയ ഖനമുള്ള ഖാഫ് ആയതുകൊണ്ട് അതിനോടൊപ്പം മാച്ച് ചെയ്തിട്ട് അതിന് മുമ്പുള്ള താ ഇനി എന്താക്കും, മുസ്തഖീം എന്നൊക്കെ എന്താക്കും, കുറച്ചുകൂടെ കട്ടിയാക്കും. ചില ആളുകൾ എന്ത് ചെയ്യും, താ ആയതുകൊണ്ട് ശേഷമുള്ള ഖാഫിനെ കട്ടി കൊടുക്കാൻ പ്രയാസമായിട്ട് എന്ത് ചെയ്യും, മുസ്തഖീം എന്നാക്കി പോവും. കീം സാധാരണ ഖാഫാക്കിയിട്ട്. ഇത് രണ്ടും തെറ്റാണ്. എങ്ങനെ ഓതേണ്ടത്? മുസ്തഖീമാണ്. മുസ്തയിൽ താ സാധാ താ ആണ്. നമ്മൾ സാധാരണ അലിഫ്, ബ, താ ഉണ്ടല്ലോ, ആ താ ആണ്. മറ്റേതോ അതിനുശേഷമുള്ള ഖാഫ് ഖാഫാണ്. ഖാഫ് കനമുള്ള ഖാഫ്. നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, നമ്മുടെ നാവിൻ്റെ അങ്ങേയറ്റം മേലെ അണ്ണാക്കിൽ തട്ടിയിട്ട് പുറപ്പെടണം. ഖാഫ് അവിടെ നിന്ന് വരേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പറയേണ്ട മഖ്റജ് ശ്രദ്ധിക്കേണ്ട ഏതൊക്കെയാണ്? നമുക്കറിയാം അല്ല് പറഞ്ഞ് നമ്മൾ പഴയ അൽഹംദു ഒക്കെ പറഞ്ഞിടത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് പറയുന്നില്ല. മീം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുസ്തഖീം മീം എവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടത്, ചുണ്ടിൽ നിന്ന് വരേണ്ട മീമിൻ്റെ മഖ്റജ് പറഞ്ഞു തന്നിട്ടുണ്ട്. സീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സിറാത്ത പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും സീൻ വരേണ്ടത് എവിടെ നിന്നാണ്? നാവിൻ്റെ അറ്റം 2 പല്ലുകൾ, അതായത് മേലത്തെ മുൻപല്ലിൻ്റെ താഴ്ഭാഗവും താഴത്തെ മുൻപല്ലിൻ്റെ മോൾ ഭാഗവും, അതായത് 2 പല്ലുകൾ ജോയിൻ്റ് വെച്ച് ഇങ്ങനെ നമ്മൾ കൂട്ടിമുട്ടിച്ചാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ എന്ത് ചെയ്യാം, സീൻ അവിടെ തട്ടണം. നമ്മുടെ നാവ് എന്ത് ചെയ്യുക, പരന്ന് എന്ത് ചെയ്യാൻ തട്ടണം അവിടെ. സീൻ, മുസ്, അത് നമുക്ക് അധികം തെറ്റാത്ത അക്ഷരങ്ങളാണ്. എന്നാൽ ചില ആൾക്ക് സീൻ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ചില ആൾ സി പറഞ്ഞാൽ കേൾക്കുള്ളൂ, സ് കേൾക്കുള്ളൂ. ചില ആളുകൾ സീൻ പറഞ്ഞാൽ മുസ് എന്നേ കേൾക്കുള്ളൂ. സ് എന്ന പദമാണ് നമ്മൾ സാഇൻ്റെ ആ ഉച്ചാരണം ചില ആളുകൾക്ക് വരുന്നത്. അപ്പോൾ അത് കൃത്യമാക്കണം. 2 പല്ലൂടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ സ് എന്ന ഉച്ചാരണം വരും. ഒറ്റപ്പല്ലാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സാ പറയുമ്പോൾ ഒറ്റപ്പല്ലേ തട്ടുള്ളൂ. സാ അല്ലേ, സവാബ്, സൂം എന്നൊക്കെ പറയുമ്പോൾ ഒറ്റപ്പല്ലേ തട്ടുള്ളൂ. എന്നാൽ അവിടെ എന്ന് ഉച്ചാരണം, സീൻ്റെ ഉച്ചാരണം പറയണമെങ്കിൽ 2 പല്ലും കൂടെ കൂട്ടിമുട്ടിച്ചാൽ മതി. മുസ്. ഇനി ശേഷമുള്ള അക്ഷരം താ ആണ്.
താഇൻ്റെ മഖ്റജും നമ്മൾ അൽഹംദു ഒക്കെ പറഞ്ഞെടുത്ത് പറഞ്ഞു, ദാലിൻ്റെ മഖ്റജൊക്കെ സെയിം ആണ്. അതായത് നമ്മുടെ നാവിൻ്റെ അറ്റം എന്തി തട്ടണം? മുകളിലത്തെ മുൻപല്ലിൽ തട്ടണം. ത മുസ്ത 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 ഇല്ലേ? ഇനി അതിന് ശേഷമുള്ള അക്ഷരമാണ് ഖാഫ്. ഖാഫ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഖാഫിൻ്റെ മഖ്റജ് ഇതുവരെ പറഞ്ഞില്ല. ഖാഫിൻ്റെ മഖ്റജ് വരുന്നത് നാവിൻ്റെ അങ്ങേയറ്റം മേലെ അണ്ണാക്കിൽ എന്ത് ചെയ്യണം? തട്ടണം. ഖാഫ് നമ്മുടെ അങ്ങേയറ്റത്ത് ആ അണ്ണാക്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആ നാവിൻ്റെ അങ്ങേയറ്റം തട്ടണം, ടച്ച് ചെയ്യണം. ഖാഫ് എന്ന് പറഞ്ഞു നോക്കി. ഖാഫ് ഖാഫ്. മാലിക്കി പറഞ്ഞ സമയത്ത് കാഫ് പറയേണ്ടത് നമ്മൾ പറഞ്ഞു. അതിന് തൊട്ടിപ്പുറത്ത് നിന്നാണ് എന്ത് ചെയ്യണം? കുറച്ച് ഉള്ളോട്ട് നിന്നാണ് എന്ത് വരേണ്ടത്? കാ വരേണ്ടത്, മാലിക്കി. എന്നാൽ ഇത് കുറച്ച് അങ്ങേ അറ്റത്ത് നിന്ന് ആ ഉള്ളിൽ നിന്ന് വരണം. എന്ത്? ഖാഫ് ഖാഫ് ഖാഫ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും മഖ്റജ് എവിടുന്നാണ് വരുന്നതെന്ന്. അതുപോലെ തന്നെ ശേഷമുള്ള യാ മുസ്തഖീ, നീട്ടാനുള്ളതാണ് യാ. നീട്ടണം. അവസാനം മീമ് കേൾക്കണം. മുസ്തഖീം മുസ്തഖീം. ഇങ്ങനെ അവസാനം മീം വെക്കണം. ഇനി നിർത്തുന്ന സമയത്തോ ഒരല്പം നീട്ടി നിർത്തണം. നോക്കൂ, ഓതായത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അങ്ങനെ എന്ത് ചെയ്യണം? അവസാനം ഇം കൊണ്ടുവന്ന് മീമിൽ നിർത്തുകയും വേണം. അപ്പോൾ ഈ ഒരു ആയത്ത് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? തെറ്റു വരാൻ സാധ്യത കൂടുതലുള്ളൊരായത്താണ്. പലപ്പോഴും ഇയ്യാക നഅ്ബുദുവിൽ തെറ്റു വരുന്നത് പോലെ തന്നെ അധികവും തെറ്റു വരാൻ സാധ്യത കൂടുതലുള്ള ഒരായത്താണ്. കാരണം സിറാത്ത പറയുന്നിടത്തും മുസ്തഖീം പറയുന്നിടത്തും ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? കൺഫ്യൂഷനായിട്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സിറാത്ത പറയേണ്ടത് ചിലപ്പോൾ സിറാത്ത പറയും സീനായിപ്പോവും, താ പറയേണ്ടത് താ ആയിപ്പോവും. ഇതുപോലെ തന്നെ ഇവിടെ മുസ്തഖീം പറയുമ്പോൾ താ പറയേണ്ടത് തോ ആകും, ചിലപ്പോൾ കാഫ് പറയേണ്ടത് കാഫ് ആകും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും? മാറിപ്പോകാൻ സാധ്യത. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്, നമ്മൾ അതിനാണ് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കാരണം ഫാത്തിഹ അധികവും കേട്ടു പഠിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഖുർആൻ നോക്കി ഓതി പഠിച്ചവർ വളരെ കുറവായിരിക്കും. കേട്ട് പഠിച്ചതിൻ്റെ പിന്നെ ഖുർആനിൽ ഇങ്ങനെ നോക്കും, അത് നമ്മൾ ഓതുന്നത് ശരിയാണെന്നുള്ള ധാരണയിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ കൃത്യമായിട്ടത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക? അപ്പോൾ അത് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക, ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്രയും പഠിച്ചത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം വരെയുള്ളതൊന്ന് ഓതി നോക്കാം. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഓതി നോക്കിയിട്ട് എനിക്കൊന്ന് ഓതി തരണം. ഇൻഷാ അല്ലാഹ് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഓതി തരിക. അതുപോലെ സംശയങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കാരണം ചോദിച്ചു പഠിക്കുന്നതിൽ ലജ്ജ കാണിക്കാൻ പാടില്ല എന്നാണ് മഹദിയായ ആയിഷാബി പറയുന്നുണ്ട്. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ സ്ത്രീകൾ അൻസാരികളായ സ്ത്രീകളാണ്. എന്തേ കാരണം പറഞ്ഞതെന്നറിയോ? അവർ മസ്അലകൾ ചോദിച്ചു പഠിക്കുന്നതിൽ ഒരു മടിയില്ലാത്തവരായിരുന്നു. ഒരു നാണക്കേട് ഉണ്ടായില്ല. അതായത് ഞാൻ ചോദിച്ചാൽ കുഴപ്പമാകും, ഞാൻ ഇത്രയും കാലമായിട്ട് ഇപ്പോഴും എനിക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല എന്നവർ ധരിക്കും. ആ ഒരു വിഷയമാക്കണ്ട. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നീ എന്തെങ്കിലും പഠിക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ അവിടെ അവഹേളിതനാകുന്നതിനേക്കാൾ നല്ലത്, അതിനെക്കാളും നല്ലത് ഇവിടെ നമ്മൾ ചോദിച്ചു പഠിച്ച് റബ്ബിൻ്റെ അടുക്കുന്ന പൊരുത്തം മേടിക്കുന്നതല്ലേ. അപ്പം സംശയങ്ങളൊക്കെ ചോദിച്ചു പഠിക്കുക. ഇനി എന്നോടല്ല, നിങ്ങളുടെ നാട്ടിൽ ഉസ്താമാരോട് ചോദിച്ചാലും മതി, അറിയുന്നവരോട് ചോദിച്ചാലും മതി. നമ്മളത് പഠിച്ച് കൃത്യമാക്കുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സദഖല്ലാഹുൽ അദീം വസദഖ വബല്ലഗ റസൂലുഹു നബിയുൽ കരീം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഖുർആനാണ് പ്രചാരണത്തിന് വലിയ കൂലിയുള്ളതാണ്. അല്ലാഹു ഖുർആൻ്റെ അഹ്ലുകാരായി സാഹിബുൽ ഖുർആനായി നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇനി അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ അത് ഉപകരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക? ഇതൊന്ന് അയച്ചു കൊടുക്കുക. ആരെങ്കിലുമൊക്കെ ഇത് കാരണം ഖുർആൻ പഠിച്ചാൽ അതിൻ്റെ ഒരു കൂലി നമുക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.